മറ്റെല്ലാ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകളിലുള്ള ഒരു ഫീച്ചർ. എന്നാൽ ഈ ഫീച്ചർ ഏറ്റവും മികച്ച ഫോട്ടോ എഡിറ്റിംഗ് ആപ്പായിട്ടുള്ള ലൈറ്റ്റൂമിൽ ഇതുവരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ലൈറ്റ്റൂം ലവേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് അത്തരത്തിലൊരു പുതിയ ഫീച്ചറുമായിട്ടാണ് ലൈറ്റ്റൂമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഫോട്ടോ എഡിറ്റിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കാനും സ്പീഡാക്കാനും കൂടാതെ നമ്മളെ എഡിറ്റിങ്ങിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്പ് ചെയ്യാനും ഈ ഫീച്ചർ നമ്മളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ലൈറ്റ്റൂമിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല കുറച്ച് പ്രീസെറ്റുകൾ ഉണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ പിക്ചറിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഡിറ്റിംഗ് തീർക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൻ്റെ ലൈറ്റിങ്ങിനും കളറിനും അനുസരിച്ച് ചില സമയത്ത് ഈ പ്രീസെറ്റുകൾ വർക്കാവില്ല. ചിലപ്പം ഈ പ്രീസെറ്റ് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ചിത്രത്തിന് വേണ്ടത്ര എഫക്റ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. എന്നാൽ നമ്മുടെ സ്നാപ്സീഡിലൊക്കെ ഇതുപോലെ ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഉള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പ്രീസെറ്റിൽ നമുക്ക് ഇത് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എലമെൻറ്റുകളൊക്കെ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്. എന്നാൽ പുതിയ അപ്ഡേറ്റിൽ ലൈറ്റ്റൂം ഒരു പുതിയ സ്ലൈഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഈ സ്ലൈഡറിൽ വാല്യൂ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത പ്രീസെറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഈ പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു ഫോട്ടോ ലൈറ്റ്റൂമിൽ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീസെറ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചില പ്രീസെറ്റ് നമുക്ക് അടിപൊളിയായിട്ട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ പ്രീസെറ്റിൻ്റെ കൂടെ തന്നെ സൈഡിൽ ഒരു സ്ലൈഡറിൻ്റെ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അത് നമുക്ക് നമ്മുടെ ചിത്രത്തിനനുസരിച്ച് ആ എമൗണ്ട് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ചിത്രത്തിന് നമുക്ക് വളരെ ലൈറ്റായിട്ട് ഈ പ്രീസെറ്റിൻ്റെ എഫക്റ്റ് വേണ്ടി വരുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിൻ്റെ വാല്യൂ കുറയ്ക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഈ പ്രീസെറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ കൂട്ടുകയും ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രീസെറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ടാണ് ലൈറ്റ്റൂം നമ്മുടെ മുന്നിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. ഫോട്ടത്തിൻ്റെ ഒരു കിഡിലൻ ഫ്രീ പ്രീസെറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൈറ്റ്റൂമിൽ ഇത് ആഡ് ചെയ്തതിന് ശേഷം ഈ ഫീച്ചർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പുതിയൊരു ഐഡിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്, ബൈ.